ഹായ് നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, മോയ്സ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പ്ലം കേക്കിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പ്ലം കേക്കൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലം കേക്ക് ഇഷ്ടമുള്ളവർ മാത്രമല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യം നമുക്ക് കാരമൽ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കി കളയാമെന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത്, പഞ്ചസാര കരിഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടുന്നത്. അടികട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഞ്ചസാര ഇവിടെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. പഞ്ചസാര മെൽറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് മെൽറ്റ് ആവാനുണ്ട്. അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം മറക്കണ്ട. ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കളർ നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചാൽ ഇത് നല്ല ചൂടായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം മാറി നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പ്രത്യേകിച്ചും ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കയ്യിലൊന്നും ഇത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രമേ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കാവൂ. അതുകൊണ്ട് തന്നെ കാരമൽ നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വെക്കണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് മൈദയിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു 2-3 തവണയൊക്കെ അരിച്ചെടുത്തിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ക്യാരറ്റും ഡേറ്റ്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇത് 1 ക്യാരറ്റാണ്. ഗ്രേറ്റ് ചെയ്തിട്ട് അളന്ന് നോക്കിയപ്പോൾ 1 കപ്പുണ്ട്. പിന്നെ ഡേറ്റ്സ് നുറുക്കിയത് 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഡേറ്റ്സ് ഞാൻ കുറച്ച് കുറവാണ് ഇവിടെ ചേർക്കുന്നത്. നല്ല മധുരമുള്ള കേക്കാണ്. അപ്പോൾ മധുരം കൂടുതലാവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡേറ്റ്സ് കുറച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് തന്നെ ഡേറ്റ്സ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നട്ട്സ് ചേർക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാഷ്നട്ടും പിന്നെ 6-7 ബദാം ഒന്ന് ചതച്ചെടുത്തതും 1 ടേബിൾ സ്പൂൺ കിസ്മിസുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മൈദ കൂടെ ചേർത്ത് കൊടുക്കണം. 2-3 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെക്കാം. ഞാൻ എൻ്റെ എല്ലാ കേക്ക് വീഡിയോസിലും നട്ട്സൊക്കെ ചേർക്കുമ്പോൾ അതിലേക്ക് മൈദ മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അതിൻ്റെ റീസണും പറയാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അതറിയാമായിരിക്കും. കേക്ക് ടിന്നിൽ നിന്നും പുറത്തേക്ക് എടുക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് മുഴുവനായിട്ടും പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പലർക്കും പറ്റുന്നുണ്ടാവില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നട്ട്സൊക്കെ ഊറിയിട്ട് അടിയിൽ പോയിട്ട് കേക്ക് ടിന്നിൽ പറ്റിപ്പിടിച്ച് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദയായിട്ട് നട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കേക്കിൽ ക്യാരറ്റും ഡേറ്റ്സൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് മൈദയായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മിക്സിയിൽ ചെയ്തെടുത്താലും മതിയാവും. പക്ഷെ നന്നായിട്ട് മുട്ട പതഞ്ഞ് വരണം. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് ഹൈ സ്പീഡിൽ ഇട്ടുകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലോ സ്പീഡിൽ 1-2 മിനിറ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ സ്പീഡിൽ ഒന്ന് കറക്കിയെടുക്കാം. അതായത് ഈ മൈദയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ആ ഒരു രീതിയിൽ 1 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്റർ വേണ്ട കേട്ടോ, നമുക്ക് സ്പാച്ചുല വെച്ചിട്ടോ സ്പൂണ് വെച്ചിട്ടോ ഇത് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. കേക്ക് ബാറ്റർ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേക്ക് തയ്യാറാക്കുന്നത്. എൻ്റെ എല്ലാ കേക്ക് വീഡിയോസിലും ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ കേക്ക് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അതിലേക്ക് കേക്ക് ടിൻ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര ടൈം എടുക്കും ഈ ഒരു കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അതുപോലെ ഇടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കരുത്. അതായത് കേക്ക് വെച്ച ഉടൻ തന്നെ പോയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നും തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എത്ര ടൈം എടുക്കും. 50 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിതിവിടെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കേക്ക് ഇവിടെ കേക്കല്ല, ടൂത്ത് പിക്ക് ഇവിടെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ കേക്ക് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്നാണ്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ചൂടാറിയപ്പോൾ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് കരിഞ്ഞു പോയ കേക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെ കളർ ഇങ്ങനെയാണ് ഉണ്ടാവുക. കാരമലിൻ്റെ കളർ എത്രത്തോളം ഉണ്ടോ ആ ഒരു കളറാണ് കേക്കിനും കിട്ടുക. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. മറ്റുള്ള കേക്ക് വീഡിയോസ് കാണാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്